ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഞാനിവിടെ സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ ചെറുപ്പത്തിൽ, അതായത് ഞാനൊരു 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്കുണ്ടായ അനുഭവമാണ് കേട്ടോ. അതൊരു അനുഭവമാണെങ്കിലും ഇപ്പോൾ അതൊക്കെ ഓർക്കും വലിയൊരു അത്ഭുതമായിട്ട് തോന്നുന്നു. ആരുടെയൊക്കെയോ മാതാവിൻ്റെ കൃപ കൊണ്ടും എൻ്റെ അപ്പച്ചനും അമ്മയുടെയൊക്കെ പ്രാർത്ഥനയുടെ ഫലം കൊണ്ടൊക്കെ, അവരുടെ പ്രാർത്ഥന കൊണ്ടൊക്കെയാണെന്ന് തോന്നുന്നു ഞാനിപ്പം ഇവിടെ ഇരിക്കുന്നതും നിങ്ങളടുത്ത് അത് ഷെയർ ചെയ്യാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടിയതും ഒക്കെ കേട്ടോ. അതിന് ആദ്യം തന്നെ ദൈവത്തോട് നന്ദി പറയുന്നു. അപ്പം എന്താണെന്ന് വെച്ചാൽ നല്ല മഴക്കാലമാണ് കേട്ടോ ആ സമയത്ത്. അപ്പോൾ പൊതുവേ ഞങ്ങൾ ചെയ്യാറുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ ചേച്ചി 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സമയമാണ്, ഞാൻ 4th സ്റ്റാൻഡേർഡിൽ. ചേട്ടായും പഠിക്കുന്നുണ്ട് ആ സമയത്ത്. 10th മറ്റോ ആണെന്ന് തോന്നുന്നു, എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 10th. ഒരു വൈകുന്നേര സമയമാണ് കേട്ടോ. വീട്ടിൽ പൊതുവെ ആരും ഉണ്ടാകത്തില്ല. മമ്മിയും ചേച്ചിയും ഞാനും മാത്രമേ വൈകുന്നേര സമയത്ത് ഉണ്ടാവുള്ളൂ. അപ്പച്ചനാണെങ്കിൽ പുറത്ത് പോകും, ചേട്ടായും പുറത്ത് പോകും. വൈകുന്നേര സമയം പൊതുവെ ഞങ്ങളെല്ലാം പുറത്തു പോകുന്ന സമയമാണല്ലോ. അങ്ങനെ ഒരു 5 മണി ഒക്കെ ആയപ്പോഴത്തേക്കും പൊതുവെ ഞങ്ങൾ സ്കൂളൊക്കെ വിട്ടു വന്ന് കാപ്പിയൊക്കെ കുടിച്ച് വെച്ചിട്ട് ചേച്ചി ഞാനും കൂടെ തുണി അലക്കാനായിട്ടും ചെരുപ്പഴുകാനായിട്ടൊക്കെ എന്നാ പറയണ്ടേ, മുറ്റത്തോട്ട് ഇറങ്ങാറുണ്ട്. അന്നും അതുപോലെ പതിവ് ഇറങ്ങി. ചേച്ചിയാണ് കേട്ടോ തുണിയൊക്കെ അലക്കുന്നത്. മമ്മി വീടിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്യുമായിരുന്നു. ഞാനതൊക്കെ കൃത്യമായിട്ട് ഓർക്കുന്നുണ്ട്. പിന്നെ ഞാനും ജസ്റ്റ് ചെരുപ്പൊക്കെ ഒന്ന് കഴുകി വെക്കാൻ വേണ്ടിയൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യും. അങ്ങനെയൊക്കെയാണ്. പിന്നെ ഞാൻ ചേച്ചിയുടെ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ അവിടെ നിൽക്കുമായിരുന്നു. അങ്ങനെയൊക്കെ ഞങ്ങൾ സ്ഥിരം ചെയ്യുന്നൊരു പരിപാടിയാണ്. അപ്പം ഇന്നത്തെ പോലെ പൈപ്പോ കാര്യങ്ങളൊന്നും ഇല്ല. അന്ന് കല്ലിട്ട് അലക്കുന്നതും കല്ലിൻ്റെ അടുത്ത് തന്നെ ആണ്. കിണറ്റിൽ നിന്ന് വെള്ളം കോരിയാണ് വെള്ളം എടുക്കുന്നതും തുണി അലക്കുന്നതും ഒക്കെ. അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു മിറ്റം കെട്ടി അറ്റത്തുനിന്ന് ഒരു 3 സ്റ്റെപ്പ് ഇറങ്ങിയാണ് അലക്കുന്ന കല്ലിൻ്റെ അങ്ങോട്ട് പോകേണ്ടത്. അപ്പം എന്നാ പറയണ്ടേ, അന്ന് അത് പതിവ് പോലെ ചേച്ചി ഞാനും കൂടെ തുണി അലക്കാനായിട്ടും ചെരുപ്പുഴുകാനൊക്കെ ആയിട്ട് അങ്ങനെ താഴെ ഇറങ്ങിപ്പോയി. അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചേച്ചിനോട് പറഞ്ഞു, കൊച്ചേ എന്നാണ് എന്നെ വിളിക്കുന്നത് കേട്ടോ വീട്ടിൽ. കൊച്ചേ നീ പോയിട്ട് കപ്പ് എടുത്ത് വരാൻ പറഞ്ഞു. ഞാൻ കപ്പെടുക്കാൻ വേണ്ടി പോയി. അപ്പം ഞാൻ കപ്പെടുക്കാൻ ചെന്നപ്പോൾ മമ്മി ക്ലീൻ ചെയ്യുന്നത് ഞാൻ ഓർക്കുന്നുണ്ട് കേട്ടോ. കപ്പെടുത്ത് തിരിച്ച് ഞാൻ ഓടി വരുന്ന സമയത്ത് എന്നാ പറ്റുമെന്നറിയാമോ, നമ്മുടെ അലക്കലിൻ്റെ അടുത്ത് തന്നെയായിരുന്നു കിണറുള്ളത്. നമുക്ക് സംഭവം മനസ്സിലായി കാണും അല്ലേ? ഞാൻ എൻ്റെ കാല് സ്ലിപ്പായി. ഓൾറെഡി നല്ല മഴയൊക്കെ പെയ്ത് മണ്ണൊക്കെ ഇങ്ങനെ എന്നാ പറഞ്ഞ തെന്നി കിടക്കുന്ന സമയം സ്ലിപ്പായി കിണറിൻ്റെ ഉള്ളിലോട്ട് പോയി. കിണറിൻ്റെ ഉള്ളിലോട്ട് എന്ന് പറഞ്ഞാൽ കിണർ ചുറ്റും കെട്ടിയേക്കുന്നത് നമ്മുടെ പിന്നെ കവുങ്ങിൻ്റെ ഇതില്ലേ, അതുകൊണ്ടാണ് കെട്ടിയേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വിടവുണ്ടാവും. ആ വിടവിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ കിണറിൻ്റെ ഉള്ളിലോട്ട് പോയി. സ്ലിപ്പായത് വരെ ഞാൻ ഓർക്കുന്നുണ്ട്. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല കേട്ടോ. പിന്നെ ഉള്ളതെല്ലാം എൻ്റെ ചേച്ചിയും മമ്മിയും പറഞ്ഞു എന്നുള്ള അറിവാണ്. അപ്പോൾ ഇതിൻ്റെ ഒച്ച കേട്ടിട്ടും പിന്നെ എൻ്റെ ചേച്ചിയുടെ കാർച്ച കേട്ടിട്ടും മമ്മി ഉള്ളിൽ നിന്ന് ഓടി വന്നു. മമ്മി കൊച്ചു കിണറ്റിൽ പോയെന്ന് ചേച്ചി കാറി എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് മമ്മി അവിടെ ഒച്ച കേട്ടു. മമ്മി എന്തോ മമ്മിയുടെ കൈ ഉണ്ടായിരുന്നു, കപ്പോ എന്തോ. അമ്മ തീർന്നിട്ട് വേഗം പുറത്തോട്ട് ഇറങ്ങി വന്നപ്പോഴത്തേക്കും ഞാനിങ്ങനെ മരണവെപ്രാളം കളിക്കും കേട്ടോ. മമ്മി വന്നപ്പോഴത്തേക്കും ചേച്ചി പറഞ്ഞത് 2ാമത്തെ പ്രാവശ്യം മുങ്ങി പൊങ്ങിയെന്നാണ് ഞാൻ. അപ്പം എന്ത് ചെയ്യണം? മമ്മിക്ക് എടുത്ത് ചാടാൻ ഇവർക്ക് നീന്തൽ അറിയത്തില്ല. എടുത്ത് ചാടണോ? സ്വന്തം മകളിങ്ങനെ മരണപ്രാളത്തിൽ കിടന്ന് കളിക്കുന്നു. ഇവർ അയൽപക്കത്ത് എന്നെ ആരും ആ സമയത്ത് രക്ഷിക്കാൻ എന്നാ ഇന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി ആ സമയത്ത്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ മമ്മി എൻ്റെ കൂടെ എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണേന്ന് പറഞ്ഞ് കാറ് വന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പം എന്നാന്ന് വെച്ചാൽ നമ്മുടെ വെള്ളം കോരുന്ന തൊട്ടിയുണ്ടല്ലോ, തൊട്ടിയുടെ ഒരു ഭാഗത്തെ കയറിക്കേണ്ട ഉള്ളിലോട്ടാണ് ഇട്ടേക്കുന്നത്, മറ്റേ ഭാഗത്ത് തൊട്ടി കെട്ടിയേക്കുന്നു. അപ്പം എൻ്റെ ചേച്ചി പറഞ്ഞു, മമ്മി പറയുന്നുണ്ട് കൊച്ചേ കയറിൻ്റെ അറ്റത്ത് പിടിക്കുക. ഞാൻ എത്രയാണെന്ന് പറയാം, ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞാണ് കേട്ടോ. കുഞ്ഞിതാ, നീന്തലോ ഒന്നും അറിയത്തില്ല, ഒരു ചുക്കും അറിയത്തില്ല എനിക്ക്. അപ്പം കിണറ്റിലാണെങ്കിൽ നല്ല വെള്ളമാണ്. ഞാൻ പറഞ്ഞില്ല മഴക്കാലമാണ്. എന്തോ ഭാഗ്യം കൊണ്ട് എനിക്കറിയത്തില്ല എന്നാ സംഭവിച്ചതെന്ന്. ആ ഞാൻ കയറി പിടിച്ചു. മാതാവ് പിടിപ്പിച്ചതാണോ എനിക്കൊന്നും അറിയത്തില്ല. 3ാമത്തെ പ്രാവശ്യം പൊങ്ങി എൻ്റെ ഞാൻ ആ കയറെ പിടിച്ചു. ഇവർ എന്നെ ഞാൻ അതിലിങ്ങനെ തൂങ്ങിക്കിടന്നു. എനിക്ക് കരക്കെത്തിയതൊക്കെ ഓർമ്മയുള്ളൂ കേട്ടോ. തൂങ്ങിക്കിടക്കുന്നതൊക്കെ ജസ്റ്റ് ഒരു മിന്നായം പോലെ എനിക്ക് ഓർമ്മയുണ്ട്. ഞാനൊരു മെറൂണ് പെറ്റിക്കോട്ടൊക്കെയാണ് ആ സമയത്ത്, പെറ്റിക്കോട്ടൊക്കെയാണ് ഇട്ടത്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, അതൊക്കെ ഓർക്കുന്നുണ്ട്. എന്നിട്ട് ചേച്ചിയും മമ്മിയും കൂടെ എന്നെ വലിച്ച് കരക്കിട്ടു.
ഇങ്ങനെ കിടക്കുന്നതൊക്കെ ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും അടുത്തടുത്ത വീട്ടിലൊരു ആൻ്റണി എന്ന് പറഞ്ഞ ചേട്ടനുണ്ട് കേട്ടോ. ആ ചേട്ടനൊക്കെ ഇപ്പം മരിച്ചുപോയി. ആൻ്റണി ചേട്ടൻ പയ്യെ വടിയെ കുത്തിപ്പിടിച്ച് വന്നു. മേരി പറ്റി എന്നാ ഒച്ച കേട്ടെന്നൊക്കെ ചോദിച്ചു. അപ്പോഴത്തേക്കും മമ്മി പറഞ്ഞു, ആൻ്റണി ചേട്ടാ കൊച്ച് കണ്ടിപ്പോയി, ഞങ്ങൾ അങ്ങനെ എന്തൊക്കെ പറഞ്ഞെന്ന് തോന്നുന്നു. എനിക്ക് പിന്നെ ഞാൻ 5:30 വരുമ്പോൾ ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പോഴത്തേക്കും ആൻ്റണി ചേട്ടൻ മകനും ഒക്കെ വന്നോട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. പക്ഷേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഒരാവശ്യം വന്നില്ല കേട്ടോ. എൻ്റെ മേത്ത് ഒരു കുഞ്ഞി മുറിവ് പോലും സംഭവിച്ചില്ലായിരുന്നു. ഇച്ചിരി ചെളിയൊക്കെ ഇങ്ങനെ മേത്തൂടെയൊക്കെ മണ്ണൊക്കെ ഉണ്ടായിരുന്നല്ലാണ്ട് ഒരു പോറൽ പോലും എനിക്ക് പറ്റിയിരുന്നുള്ളതാണ്. ഞാൻ എണീക്കുകയും ചെയ്തു കേട്ടോ. ഞാനിങ്ങനെ കണ്ണൊക്കെ തുറന്നപ്പോഴത്തേക്കും എന്ത് അത്ഭുതം അവിടെ സംഭവിച്ചതെന്ന്. ആ സമയത്തൊന്നും അതിനെക്കുറിച്ച് ചിന്തിക്കാനോ ഒന്നും ഉള്ളൊരു ബോധവും കാര്യം നമുക്കില്ലല്ലോ. ഇപ്പം അതൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. എന്നിട്ട് അപ്പച്ചൻ വരുമ്പോൾ എന്തായാലും ഇപ്പം ആരുടെയും കയ്യിൽ മിസ്റ്റേക്ക് അല്ലെങ്കിലും അപ്പച്ചൻ വരുമ്പോൾ എന്തായാലും മമ്മിക്കിട്ട് വടക്ക് കിട്ടുമെന്നറിയാം. അപ്പം മമ്മി ഇങ്ങനെ ഇച്ചിരിയൊക്കെ ഇങ്ങനെ പേടിച്ചൊക്കെ ഇരിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞൊരു ആര്യൻ ചേട്ടൻ. അപ്പം ആര്യൻ ചേട്ടൻ അപ്പച്ചൻ വന്നു കഴിഞ്ഞ് അപ്പച്ചൻ വരുന്നോളം വരെ അവിടെ ഇരുന്നു കേട്ടോ. അപ്പച്ചൻ വന്നു കഴിഞ്ഞിട്ട് പയ്യെ സാവധാനം പറഞ്ഞു, കുഞ്ഞപ്പച്ചൻ എന്നാണ് അന്നേരം വിളി. കുഞ്ഞപ്പച്ചൻ എന്നാട്ടോ എൻ്റെ അപ്പച്ചൻ്റെ പേര്. കുഞ്ഞപ്പച്ച കൊച്ച് കിണറ്റിൽ പോയിട്ടോ. അപ്പച്ചൻ ആപ്പാടെ എന്നാ ചെയ്യേണ്ടത് വെപ്പാകാം. പക്ഷെ കൊച്ചിന് കുഴപ്പമൊന്നുമില്ല, കൊച്ചി ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പച്ചൻ അപ്പോൾ എൻ്റെ അടുത്ത് ഓടി വന്നു. ഞാനവിടെ ഇങ്ങനെ എനിക്കൊന്നും സംഭവിക്കാത്ത മട്ടിൽ ഞാൻ അവിടെ ഇങ്ങനെ കുത്തിയിരിപ്പുണ്ട് കേട്ടോ. പക്ഷേ മമ്മിക്ക് വഴക്ക് കിട്ടുമെന്ന് വിചാരിച്ചാണ് ആര്യൻ ചേട്ടൻ അവിടെ അങ്ങനെ ഇരുന്നതും. കുറേ സമയമൊക്കെ ഇരുന്നിട്ടാണ് കേട്ടോ പോയത്. പക്ഷേ എല്ലാവരും ഒന്ന് പേടിച്ചു. ഇങ്ങനെയൊരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി കേട്ടോ. എനിക്ക് അത് കഴിഞ്ഞ പിന്നെ ആ കിണർ മൊത്തം അപ്പച്ചൻ കെട്ടി മേലെ കമ്പി ഇട്ട് മൂടി ജസ്റ്റ് വെള്ളം കോരാൻ വേണ്ടി മാത്രമായിട്ട് ഒരു ഗ്യാപ്പ് ഇട്ടു. പിന്നെ ഇപ്പം മോട്ടറൊക്കെ വെച്ച് അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ മോട്ടറൊക്കെ വെച്ച് പിന്നെ അത് മാത്രമല്ല അവിടെ അത് അപ്പച്ചൻ താഴിട്ട് പൂട്ടി. വെള്ളം കോരും ഞാൻ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, എന്തെങ്കിലും ആവശ്യത്തിന് വെള്ളം കോരേണ്ട വന്നാലോ അത് കഴിഞ്ഞിട്ട് അന്നേരം പൂട്ടി. അത്രയ്ക്ക് ഇപ്പോൾ കാരണം ഇപ്പം കുഞ്ഞുമക്കളൊക്കെ ഉണ്ട് അവിടെ. അങ്ങനെയൊന്നും ഇപ്പോൾ അതിനൊക്കെ സംവിധാനമൊക്കെ ആയിട്ടുണ്ട്. ആ സമയത്ത് അങ്ങനത്തെ സംവിധാനമൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് സംഭവിച്ചതാണ്. എന്നതൊക്കെയാണെങ്കിലും എൻ്റെ ഇത് 2ാം ജന്മമാണ് കേട്ടോ. അതൊക്കെ അനുഭവിച്ചവർക്കേ പറയാൻ പറ്റുള്ളൂ സത്യമായിട്ട്. ആദ്യമായിട്ട് എൻ്റെ ഇപ്പോൾ ആ സമയത്തുണ്ടായിരുന്ന പലരും ഇല്ല. മരിച്ചുപോയി. എൻ്റെ മമ്മിയില്ല, മരിച്ചുപോയി. ആൻ്റണി ചേട്ടനില്ല, ആൻ്റണി ചേട്ടൻ്റെ ഒരു മകനില്ല. അങ്ങനെ കുറേ പേര് ആ സമയത്ത്. അത് കഴിഞ്ഞ് പിന്നെ കുറേ പേര് വീട്ടിലോട്ടൊക്കെ വന്നു കേട്ടോ ഈ സംഭവമൊക്കെ അറിഞ്ഞു വെച്ചിട്ട്. അപ്പം അങ്ങനെ കുറേ പേര് നമ്മുടെ ഈ ലോകത്ത് നിന്നേ ഇല്ലാണ്ടായി ഓർമ്മയായി മാറിയിട്ടുള്ളവരുണ്ട്. ഞാൻ ഏതായാലും ദൈവാനുഗ്രഹം കൊണ്ടും ഞാൻ പറഞ്ഞില്ലേ കാരണന്മാരുടെ പ്രാർത്ഥന കൊണ്ടൊക്കെ ഇവിടെ വരെ ഇപ്പോൾ എത്തി. എനിക്ക് ആയുസ് ഉണ്ടായിരുന്നു, അതാണ് മെയിൻ കാരണം. ഏതായാലും അങ്ങനൊരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ പ്രാവശ്യം ദീപാവലിക്ക് വീട്ടിൽ പോയപ്പോൾ ഞാൻ വിചാരിച്ചു ആ കിണറിൻ്റെ അടുത്ത് നിന്നിട്ട് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണമെന്ന്. പക്ഷെ അത് പറ്റിയില്ല. അപ്പം എല്ലാത്തിനും ദൈവത്തിന് നന്ദി. 2ാം ജന്മത്തിൽ ഞാനിങ്ങനെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി എന്തെങ്കിലുമൊക്കെ ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യൂ കേട്ടോ. കമൻറ്റ് ബോക്സിലേക്ക് ഒന്ന് കമൻ്റ് ഇടുക. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോസൊക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പുതുതായിട്ട് ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.